3 ദിനം നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് സർക്കാർ ആശുപത്രിയിൽ ജലവിതരണം പുനഃസ്ഥാപിക്കുവാൻ കഴിഞ്ഞത്. ഞായറാഴ്ച വൈകുന്നേരത്തോടെയാണ് മോട്ടോർ കേടായതിനെ തുടർന്ന് ആശുപത്രിയിൽ ജലവിതരണം അവതാളത്തിലായത്. രോഗികളും കൂട്ടിരിപ്പുകാരുമടക്കം 100 കണക്കിന് പേർ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും ശുദ്ധജലം തേടി നെട്ടോട്ടമോടുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. വിവരം ആശുപത്രിയുടെ നിയന്ത്രണാധികാരികളായ ബ്ലോക്ക് പഞ്ചായത്തിനെയും ആശുപത്രിയുടെ നടത്തിപ്പുകാരായ ഡോക്ടർമാരെയും അറിയിച്ചെങ്കിലും അടിയന്തര നടപടികൾ വൈകിയത് ജനരോക്ഷം ഉയരാൻ കാരണമാകുകയും ചെയ്തു. ബുധനാഴ്ച രാവിലെയാണ് ജലവിതരണം പുനഃസ്ഥാപിക്കുവാൻ അധികൃതർക്ക് കഴിഞ്ഞത്. കേടായ മോട്ടോർ നന്നാക്കി തിരികെ എത്തിക്കും വരെ രോഗികൾ ദുരിതപർവം താണ്ടേണ്ടി വന്നു എന്നുള്ളതാണ് സ്ഥിതി. എന്നാൽ ഇനി മുതൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകില്ലെന്നാണ് ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ പ്രവർത്തിക്കുന്ന മോട്ടോറിന് പുറമെ മറ്റൊരു മോട്ടോർ കൂടി ബ്ലോക്ക് പഞ്ചായത്ത് ആശുപത്രിക്ക് നൽകാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെന്നും ഇപ്പോഴത്തെ സാഹചര്യം ഇനിയും ആവർത്തിച്ചാൽ ഇത്തരത്തിൽ ലഭ്യമാകുന്ന മോട്ടോർ വിനിയോഗിച്ച് അടിയന്തരമായി ജലവിതരണം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നും ആശുപത്രി സൂപ്രണ്ട് പറയുന്നുണ്ട്. അധികൃതരുടെ കാര്യമായതിനാൽ ഇതെല്ലാം കണ്ടറിയണം എന്ന നിലപാടിലാണ് രോഗികളും കൂട്ടിരിപ്പുകാരും.